പിറ്റേന്ന് ആർദ്രയെ കാത്ത് സച്ചിൻ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതേ ഒന്ന് ചിരിച്ചു. എന്തേ സാർ? വാടോ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സാർ? വാ. അവളെ കൂട്ടി പുറത്തേക്ക് നടന്നു. പാർക്കിംഗ് ഏരിയ. അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. കയ്യിലിരുന്ന ചാവി അവൾക്ക് നേരെ നീട്ടി. പിയെ ഇനി ബസ്സിന് കയറി കഷ്ടപ്പെടണ്ട, വണ്ടിയിൽ വന്നോ. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയി. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമുക്കായി എന്ത് വാങ്ങിത്തന്നാലും സന്തോഷം തന്നെയാണ്. ദേവൻ വാങ്ങിച്ചതാ. ഇഷ്ടായോ? ഒത്തിരി. താങ്ക് യു സാർ. ഓടിക്കാൻ അറിയില്ലേ? അറിയാം സാർ, ലൈസൻസ് ഉണ്ട്. ആ, അത് മതി. അവനെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞു. ദേവൻ സാർ വന്നോ? വന്നിട്ടുണ്ട്. തനിക്കിത് കാണിച്ചു തന്നിട്ട് വിടാമെന്നോർത്തു. അവൾ സന്തോഷത്തോടെ തലയൊന്ന് ആട്ടി. വാ, അകത്തേക്ക് പോകാം. അവൾക്ക് സന്തോഷം തോന്നി, ഒപ്പം പേടിയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന്. വന്നപ്പോൾ തന്നെ തുടങ്ങിയോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവളോട് എല്ലാവരും ഒരു പ്രത്യേക സ്നേഹത്തിലാണ് സംസാരിച്ചത് തന്നെ. ദേവൻ്റെ ക്യാബിനിൽ എത്തിയപ്പോൾ ഒന്ന് തട്ടിയിട്ട് അവൾ അകത്തേക്ക് കടന്നു. എന്തായി ആർദ്ര, ഇഷ്ടമായോ വണ്ടി? താങ്ക് യു സാർ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടുത്ത ആഴ്ച നമുക്കൊരു ട്രിപ്പുണ്ട്. എവിടേക്കാ സാർ? തനിക്ക് പാസ്പോർട്ടുണ്ടോ? അവളുടെ തല കുനിഞ്ഞു. ഇല്ലേ? ഇല്ലെന്ന് തലയാട്ടുമ്പോൾ കണ്ണുകളൊന്ന് നിറഞ്ഞിരുന്നു. എന്തേ കണ്ണ് നിറഞ്ഞേ? ഏയ് ഒന്നുമില്ല സാർ. പാസ്പോർട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അത്രയും നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഇനി കിട്ടില്ല എന്നും അവൾ തീർത്ത് പറഞ്ഞിരുന്നു. അത് പക്ഷേ സാറിനോട് പറയാൻ പറ്റില്ല. ഡൽഹിയാണ്. 2 ദിവസം തൻ്റെ ഹോസ്റ്റലിൽ പറയണം കേട്ടോ. എന്നാ ചെല്ല്, ഇന്നത്തെ പണി തുടങ്ങിക്കോ. അവൾ ചെയറിൽ വന്നിരുന്നു. ഞാൻ ഒരു വർക്ക് തരാം. ആർദ്രയുടെ പ്ലാൻ പോലെ ഒന്ന് ചെയ്യേ. നോക്കട്ടെ എത്രത്തോളം ബെറ്റർ ആണെന്ന്. ശരി സാർ. അവൾക്ക് അരികെ വന്ന് നിന്നു. അവൻ്റെ പെർഫ്യൂം ഉള്ളിലാകെ ഒഴുകി പരന്നു. അവനും താനും മാത്രമുള്ളൂ എന്ന് തോന്നിപ്പോയി. വർക്ക് കോപ്പി ചെയ്ത് ഇട്ട് അവളെ നോക്കി. അപ്പോഴും കണ്ണെടുക്കാതെ നോക്കുന്നവളെ കണ്ട് ചിരിയൂറി. ആർദ്രക്കുട്ടി, എന്താ ഈ നോക്കുന്നേ? അത്രയ്ക്ക് ഭംഗിയുണ്ടോ എന്നെ? അവൾ വിളറിപ്പോയി. സോറി സാർ, ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ. ആണോ? ഒന്ന് തലയാട്ടിയിട്ട് അവൻ തിരികെ സീറ്റിലിരുന്നു. സച്ചിൻ്റെ നമ്പർ കണ്ടപ്പോൾ ദേവനും ചിരി വന്നു. എന്താടാ, സോറി പറഞ്ഞോ നീ? അതൊക്കെ എപ്പോഴേ പറഞ്ഞു. ആ, നല്ലത്. നീ എന്താ വിളിച്ചേ? ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ ദേവാ? ആ, ചെയ്തു. പിന്നെ അവൾക്ക് പാസ്പോർട്ടില്ല സച്ചി. എനിക്കറിയാം. അവൾക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അച്ഛൻ ഒരു ചെറ്റയായിരുന്നു. അയാളെ കൊന്നത് അമ്മയും. ഇവൾ ആണെങ്കിൽ ജുവനൈൽ ഹോമിലായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ്? അത് പോട്ടെ, ഞങ്ങൾ പോയി 2 ദിവസം അടിച്ചു പൊളിച്ചിട്ട് വരാം. 2 ദിവസത്തിൽ ഒതുങ്ങുമോ? ആ, നോക്കാം. എന്നാ ശരിടാ. ആർദ്രയും താനും തനിച്ച്. ദൈവമേ, എൻ്റെ കൺട്രോളൊന്നും കളയല്ലേ. ആദ്യമായിട്ടാണ് യാത്ര എങ്കിലും പേടിയൊന്നും തോന്നിയില്ല. സാറുണ്ടല്ലോ എന്നോർത്തു. വൈകിട്ടാണ് എത്തിയത്. ഹോട്ടലിൽ 2 റൂം ബുക്ക് ചെയ്തു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൾ ഭയത്തോടെ ചുറ്റും നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുന്ന ഒരുപാട് കണ്ണുകൾ അവൾ കണ്ടു. എന്തേ? ഒന്നുമില്ല സാർ. എല്ലാവരും നോക്കുന്ന കണ്ടോ? അത് താൻ ഒരു കൊച്ചു സുന്ദരിയല്ലേ, അതാവും. മുഖം പരിഭവം കൊണ്ടൊന്ന് നിറഞ്ഞു. എന്തേ? ഒന്നുമില്ലെന്ന്. പക്ഷേ രാത്രിയായപ്പോൾ അവൾ ശരിക്കും ഭയന്നിരുന്നു. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ, തുറിച്ചു നോട്ടങ്ങൾ. പെട്ടെന്ന് ഇറങ്ങി വാതിൽ ലോക്ക് ചെയ്ത് ജയദേവൻ വാതിലിൽ തട്ടി. എന്താടോ? അകത്ത് കയറി വാതിലൊന്ന് ചാരി. അത് പിന്നെ പറഞ്ഞോ. എന്തേ, പേടിച്ചോ? എനിക്ക് തനിച്ച് കിടക്കാൻ പേടിയാണ് സാർ. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട്. അവന് പാവം തോന്നിപ്പോയി. പതിയെ ആ മുഖം പിടിച്ചൊന്ന് ഉയർത്തി. പേടിച്ചു പോയോ? വാ. പക്ഷേ ഇവിടെ ഒരു കട്ടിലേ ഉള്ളൂ. ഞാൻ താഴേക്ക് കിടക്കേണ്ടി വരുമോ? ഞാൻ താഴെ കിടന്നോളാം സാർ. താഴേക്ക് നല്ല തണുപ്പാണ്. സാരമില്ല. എന്നാ കിടന്നോ. കയ്യിൽ കരുതിയ പുതപ്പ് വിരിച്ച് അവൾ താഴെ കിടന്നു. ഒരു ചിരിയോടെ ദേവനും. അവൾ ഇപ്പോൾ വരുമെന്ന് ഉറപ്പാണ്. അത്രയ്ക്കുണ്ട് തണുപ്പ്. തണുത്തിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സാർ? എന്താടോ? അത് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ ചിരിയോടെ എഴുന്നേറ്റു. വന്ന് കയറി കിടക്കൂ ആർദ്ര. ഞാൻ തന്നെ പിടിച്ച് തിന്നുകയൊന്നുമില്ല. അവൾ മറുപടി പറയാതെ വേഗം കയറി കിടന്നു. ഇഷ്ടമുള്ള ഒരാൾക്കൊപ്പം ഒരു ബെഡിൽ. ദൈവമേ, എനിക്ക് കൺട്രോൾ തരണേ. തെറ്റായിട്ടൊന്നും തോന്നല്ലേ. ആർദ്രക്കുട്ടി. കഴുത്തിൽ പതിഞ്ഞ ചൂടു നിശ്വാസം. ഉറക്കമൊക്കെ എങ്ങോട്ടോ പോയി. അവൾ പിടഞ്ഞെഴുന്നേറ്റു. എന്തേ? കിതച്ചിട്ട് സംസാരിക്കാൻ വയ്യ എന്ന പോലെ. ഉപാധികളില്ലാതെ, നിബന്ധനകളില്ലാതെ സ്നേഹിക്കട്ടെ ഞാൻ. എല്ലാരോടും സാർ ഇങ്ങനെയാണോ ചോദിക്കാറുള്ളത്? അതിനിപ്പോൾ അല്ലേ എനിക്ക് ഒരു ലേഡി പിയെ വന്നത്. അവൾ കണ്ണെടുക്കാതെ നോക്കി. അതൊക്കെ തെറ്റല്ലേ സാർ? തെറ്റും ശരിയും ആർദ്ര നോക്കണ്ട. സമ്മതമാണോ അല്ലേ എന്ന് മാത്രം പറയൂ. അല്ല. ഓക്കെ, വിട്ടു. കിടന്നോ. നാളെ 10 മണിക്കാണ്. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ് പോലും പറയാതെ അവൾ ഇരുന്നു. മനസ്സങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് മൂടി. സാർ ഇനി പിണങ്ങിക്കാണുമോ? ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ? സാർ, കിടന്നുറങ്ങാൻ നോക്ക് ആർദ്ര. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമൊന്നും പോകുന്നില്ല. ഉറങ്ങിക്കോ. അവൾ നാക്ക് കടിച്ചു. മനസ്സിലല്ലേ പറഞ്ഞത്? എങ്ങനെ കേട്ടു എന്നാ? പിറ്റേന്ന് തന്നെ പേപ്പർ സൈൻ ചെയ്ത് അവർ ഇറങ്ങി. സാർ, പറയൂ ആർദ്ര, എന്നോട് ദേഷ്യമാണോ? എന്തിനാ? അത് പിന്നെ ഞാൻ ചോദിച്ചു, തനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താ? സാർ എന്താ എന്നോട് മിണ്ടാത്തെ? മിണ്ടുന്നുണ്ടല്ലോ. നമ്മൾ ഇന്ന് തിരിച്ചു പോണോ? അവൾ മിണ്ടിയില്ല. വാ, ഫ്രഷ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. രാത്രിയിൽ ഇത്രയും ആക്റ്റീവായൊരു പാർക്ക്. ഉച്ചയ്ക്ക് തുടങ്ങിയ നടത്തമാണ് സെൻട്രൽ പാർക്ക്. ഇത്രയും മനോഹരമായൊരു നഗരം. കൂടെ ഒരാളുണ്ടെങ്കിൽ എല്ലാം ആസ്വദിക്കാനാകും. അവിടെ എല്ലാം ചുറ്റി നടന്ന് മനോഹരമായൊരു സായാഹ്നം കൂടെ കണ്ടിട്ടാണ് കുട്ടികൾക്കായുള്ള ഭാഗത്തെത്തിയത്. അന്നും ഇന്നും തന്നെ ഏറെ കൊതിപ്പിച്ച പേടിപ്പിച്ച ചക്രക്കസേരകൾ അങ്ങനെ താഴ്ന്നും ഉയർന്നും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ സംസാരിച്ച് നടക്കുന്നതിനിടെയാണ് അവളെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയത്. ഒരു നിമിഷം കൊണ്ട് വിയർത്തുപോയി. ആർദ്ര. അറിയാത്ത നാട്, അറിയാത്ത ആളുകൾ. അവളെവിടെ? വന്ന വഴി തന്നെ അവൻ പതിയെ നടന്നു. മേലോട്ട് പൊങ്ങിപ്പോകുന്ന ചക്രക്കസേരകൾ നോക്കി നിന്ന് പേടിച്ച് കരയുന്ന കണ്ടപ്പോൾ ചിരി വന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവനില്ലായിരുന്നു. അവൾ ഫോണെടുത്ത് വിളിച്ചു. തിരക്കിൽ അവനത് കേട്ടില്ല. തിരക്കിൽ നിന്ന് ഏറെ ദൂരം നീങ്ങിപ്പോയി. ഇരുട്ട് മാത്രം നിറഞ്ഞ ആ വഴികളിൽ അവൾ അങ്ങനെ നിന്നു. അവൾ എവിടെ പോയി? അപ്പോഴാണ് ഫോണിൻ്റെ കാര്യം ഓർമ്മ വന്നത്. നോക്കിയപ്പോൾ ഒരുപാട് തവണ അവൾ വിളിച്ചിട്ടുണ്ട്. തിരക്കിൽ നിന്ന് മാറി അവൻ കോൾ ചെയ്തു. സാർ, ആർദ്ര എവിടെയാടോ താൻ? എനിക്കറിയില്ല സാർ. അവൾ ചുറ്റും നോക്കി. എനിക്ക് പേടിയാകുന്നു സാർ. അവിടെ എന്തേലും കടയോ ഷോപ്പോ എന്തേലും ഉണ്ടോ എന്ന് നോക്ക്. അവൾ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് വായിച്ചു. അവിടെ നിന്ന് അവളെ നോക്കിയിരുന്ന ആളുകൾ അവൾക്കരികിലേക്ക് നടക്കാൻ തുടങ്ങി. ഓടണോ എന്ന് പോലും അറിയില്ല സാർ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ അവർ അടുത്തെത്തിയില്ല എന്ന് തോന്നിയ നിമിഷം ഒരു കൈ വന്ന് അവളെ നെഞ്ചോട് ചേർത്തു. പേടിച്ചോ? സാർ, അതാരാണെന്ന് ഓർത്തില്ല. പരിസരമോ നോക്കിയില്ല. നെഞ്ചോട് ചേർത്ത് നിന്ന് തന്നെ കരഞ്ഞു. കരയാതെ ഞാൻ വന്നില്ലേ? തന്നെ വിട്ട് പോയിക്കളയുമെന്ന് കരുതിയോ? മിണ്ടിയില്ല. ഒന്നൂടെ ചേർത്ത് നിന്നതല്ലാതെ. കിടക്കുന്നില്ലേ? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചു പോണം. കിടന്നോടോ. കഴിഞ്ഞില്ലേ കരച്ചിൽ? നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ ഈ സങ്കടം? ഒന്നുമില്ല. എന്നാ കിടക്കാൻ നോക്കിക്കേ. അവൾ മിണ്ടാതെ വന്നു കിടന്നു. ഒരു ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ടു പോകുന്നത് ആദ്യമായാണ്. അതിൻ്റെ ഒരു വിറയൽ തന്നിൽ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന്. തിരിഞ്ഞു നോക്കി. അങ്ങേ അറ്റത്ത് കമിഴ്ന്നു കിടക്കുന്നവനെ കണ്ടപ്പോൾ വീണ്ടും കണ്ണു നിറഞ്ഞു. ഇഷ്ടമല്ലേ തനിക്ക്? ആണല്ലോ. ഇന്നലെ ചോദിച്ചത് ഒരുപക്ഷേ ഇന്നായിരുന്നോ ചോദിച്ചിരുന്നുവെങ്കിൽ താൻ പോലും അറിയാതെ സമ്മതിക്കുമായിരുന്നു. അയാളോടുള്ള പ്രണയം കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് ചാടിയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല സാർ. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. എന്തേ? ഒന്നുമില്ല സാർ. ഗുഡ് നൈറ്റ്. ചിരിയോടെ അങ്ങനെ കിടന്നു. ഇന്നലെ വന്നതുപോലെ ഒന്നുകൂടെ വന്നിരുന്നുവെങ്കിൽ, ആർദ്രക്കുട്ടി എന്നൊന്ന് വിളിച്ചിരുന്നുവെങ്കിൽ. രാവിലെ പക്ഷെ കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ നെഞ്ചിലായിരുന്നു എന്ന് കണ്ട് ഒന്ന് പതറി. ചാടി എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ അങ്ങനെ കിടത്തിക്കളഞ്ഞു. സാർ. അവൻ്റെ മുഖം ഇത്ര അടുത്ത്. നെഞ്ചിടിക്കുന്നത് പുറത്തേക്ക് കേൾക്കാമെന്ന് തോന്നി. അവൻ്റെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു. അവസാനം വിറയ്ക്കുന്ന വിടർന്ന ചുണ്ടുകളിൽ വന്ന് നിന്നു. പതിയെ നുകർന്നെടുക്കുമ്പോൾ അവനിൽ അലിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു അവളും.